നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടകരയിൽ വിവാദമായ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഉന്നത CPM നേതാക്കളുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിട്ടും കേരള പോലീസ് എല്ലാം മറച്ചുപിടിക്കുകയാണെന്നും ആരോപണം. വടകരയിൽ നടന്നത് ഭീകരപ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനം. CPM പോലൊരു പാർട്ടി സംഘപരിവാറിന് സമാനമായി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത്യന്തം അപകടകരമെന്നും VD സതീശൻ. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ അംഗൻവാടികളിൽ ഒഴിവുള്ള ഹെൽപ്പർ തസ്തിക നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ നടത്തിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് ആക്ഷേപം. പ്രതിഷേധവുമായി കോൺഗ്രസ് BJP കൗൺസിലർമാർ. അഴിമതിയും സ്വജനപക്ഷപാതവും ലക്ഷ്യമിട്ട് നടത്തിയ മുഖാമുഖത്തിനെതിരെ കലക്ടർക്ക് പരാതി നൽകും. ആരോപണം അടിസ്ഥാനരഹിതമെന്നും ഇന്റർവ്യൂ നടത്തിയത് സുതാര്യമായ രീതിയിലെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. തൃശൂർ ജില്ലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ കുടുംബങ്ങളെ സ്ഥിരമായി മാറ്റിപ്പാർപ്പിക്കുമെന്ന് ജില്ലാ ഭരണകൂടം. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് 42 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കലക്ടർ അർജുൻ പാണ്ഡ്യൻ. അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകുന്നതിനനുസരിച്ച് പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും. KSEBയിൽ പെൻഷൻ മുടങ്ങാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും DA കുടിശ്ശിക അനുവദിക്കണമെന്നും KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ. പാലക്കാട്ട് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. സാമ്പത്തിക മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയും നവീകരണമില്ലായ്മയുമാണ് സേവന മേഖലകളെ തകർക്കുന്നതെന്ന് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AP പ്രഭാകരൻ. സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചനയാരോപിച്ച് ചിങ്ങപ്പുലരിയിൽ കർഷക സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിലേക്ക്. പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ റിലേ നിരാഹാരം ആരംഭിക്കുമെന്ന് സമിതി ഭാരവാഹികൾ. കൊയ്ത്തിനു മുമ്പ് തന്നെ നെല്ല് സംഭരണത്തിന്റെ പ്രാഥമിക നടപടികൾ ആരംഭിക്കണം. സംഭരണ വില കിലോയ്ക്ക് 45 രൂപയാക്കണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ വിവാദമായ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഉന്നത CPM നേതാക്കളുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്നും VD സതീശൻ പാലക്കാട്ട് പറഞ്ഞു. സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തവരെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിട്ടും കേരള പോലീസ് കാര്യങ്ങൾ മറച്ചുവെക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചു. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ CPM നടത്തിയ ക്രൂരമായ ശ്രമമാണ് പുറത്തുവന്നിരിക്കുന്നതെന്ന് VD സതീശൻ ചൂണ്ടിക്കാട്ടി. വോട്ട് കിട്ടാൻ ഏത് ഹീനമായ മാർഗവും സ്വീകരിക്കുമെന്ന സ്ഥിതിയിലേക്ക് CPM എത്തി. ഭീകരപ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനമാണ് നടന്നത്. സംഘപരിവാറിന് സമാനമായ മാനസികാവസ്ഥയിലേക്ക് CPM നേതാക്കൾ തരം താണത് നിർഭാഗ്യകരമായെന്നും VD സതീശൻ പറഞ്ഞു. വിവാദമായ കാഫിർ പ്രകടനവുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയവരെക്കുറിച്ച് പോലീസിന് വ്യക്തമായി അറിയാം. എന്നാൽ എല്ലാം മറച്ചുവെക്കുകയാണ്. യാഥാർത്ഥ്യം പുറത്തുവന്നാൽ കേരളത്തിലെ ഉന്നതരായ CPM നേതാക്കൾ കുടുങ്ങും. വിവാദം ലീഗ് പ്രവർത്തകന്റെ തലയിൽ കെട്ടിവയ്ക്കാനാണ് ആദ്യം ശ്രമം നടന്നത്. ഭിന്നിപ്പുണ്ടാക്കാൻ നടത്തിയ ശ്രമത്തിൽ CPM നേതാക്കൾ പരസ്യമായി ക്ഷമാപണം നടത്തണം. പുരോഗമന ചിന്ത അവകാശപ്പെടുന്ന CPM പോലെ ഒരു പാർട്ടി സംഘപരിവാറിന് സമാനമായി ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത്യന്തം അപകടകരമാണെന്നും VD സതീശൻ പറഞ്ഞു. ഇത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും തലയിൽ ചാരിവെച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ CPM നടത്തിയ ക്രൂരമായ ശ്രമമാണ് ഇതോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വോട്ട് കിട്ടാൻ ഏത് ഹീനമായ മാർഗവും അവലംബിക്കും എന്നാണ് CPM ഇതോടുകൂടി തെളിയിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ്, മതപരമായ ഭിന്നിപ്പുണ്ടാക്കാനാണ് CPM ശ്രമിച്ചത്. ഒരുതരം ഭീകര പ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനമാണ് CPM നടത്തിയത്. വിദ്വേഷ പ്രവർത്തനത്തിന് ഗവേഷണം നടത്തുന്ന BJP പോലും ഇവരുടെ മുമ്പിൽ നാണിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ട സ്ഥിതിയാണ്. ഇത് CPM പോലുള്ള സംസ്ഥാനം ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിക്ക് യോജിച്ചതാണോ എന്ന് പരിശോധിക്കാം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയിൽ അംഗൻവാടി ഹെൽപ്പർ തസ്തികയിലേക്ക് നടന്ന ഇന്റർവ്യൂ മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് ആക്ഷേപം. സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാതെ നടത്തിയ മുഖാമുഖം സ്വജനപക്ഷപാതവും അഴിമതിയും ലക്ഷ്യമിട്ടാണെന്ന് BJP കോൺഗ്രസ് കൗൺസിലർമാർ ആരോപിച്ചു.
അതേസമയം അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ചിലർ ഉന്നയിക്കുന്നതെന്നും സുതാര്യമായ രീതിയിലാണ് ഇന്റർവ്യൂ നടത്തിയതെന്നും ചെയർമാൻ MK ജയപ്രകാശ് പ്രതികരിച്ചു. ഷൊർണൂർ നഗരസഭയിൽ ICDSന് കീഴിലുള്ള അംഗൻവാടികളിലെ ഒഴിവുള്ള ഹെൽപ്പർ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥി നിയമനത്തിൽ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാതെ സർക്കാർ മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത്. നഗരസഭാ ചെയർമാന്റെയും ICDSന്റെയും CDPOയുടെയും നടപടി പ്രതിഷേധാർഹമാണെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ പറഞ്ഞു. സംഭവത്തിൽ കലക്ടർക്ക് പരാതി നൽകുമെന്നും കോൺഗ്രസ് കൗൺസിലർമാർ അറിയിച്ചു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തിയ ഇന്റർവ്യൂവിനെതിരെ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ, നഗരസഭാ അംഗങ്ങളായ TK ബഷീർ, PR പ്രവീൺ, T സീന, നേതാക്കളായ വിജയപ്രകാശ് ശങ്കർ, അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹെൽപ്പർ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലാണ് അഴിമതി നടക്കുന്നതെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ പറഞ്ഞു. 11 അംഗങ്ങളടങ്ങുന്ന സെലക്ഷൻ കമ്മിറ്റിക്ക് നഗരസഭാ കൗൺസിൽ അനുമതി നൽകേണ്ടതുണ്ട്. സെലക്ഷൻ കമ്മിറ്റിയിൽ ചെയർമാനും ചെയർമാൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ അംഗങ്ങളും മാത്രമാണുള്ളത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയോ കൗൺസിലർമാരെയോ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് തഴഞ്ഞു. ഇതിനു പിന്നിൽ വലിയ ദുരുദ്ദേശമുണ്ടെന്നും കൃഷ്ണകുമാർ കുറ്റപ്പെടുത്തി. ഇതിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് ഇതൊരു സെലക്ഷൻ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ഏകദേശം 11 അംഗങ്ങളുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ്. ആ സെലക്ഷൻ കമ്മിറ്റി ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ അടക്കം പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കേണ്ടത്. ഈ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ആ സെലക്ഷൻ കമ്മിറ്റിക്ക് നഗരസഭാ കൗൺസിൽ അനുമതി നൽകേണ്ടതുണ്ട്. ഇതൊന്നും പാലിക്കാതെ ചെയർമാനും അതുപോലെ തന്നെ ചെയർമാൻ്റെ കൂട്ടാളികളുമായ ഈ ഇവിടെ നഗരസഭ ഭരിക്കുന്ന മറ്റേ CPMൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളും കൂടി ചെയർമാൻ എഴുതി കൊടുത്ത ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി ഈ പ്രകാരം മറ്റേ CDPO ഇന്ന് ഈ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നതിൽ പൂർണ്ണമായും ചെയർമാനും ചെയർമാൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെയും ആളുകൾ മാത്രമേ അതിലുള്ളൂ. മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളില്ല. അവർ പറഞ്ഞാൽ കേൾക്കുന്ന, അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളെ മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ള വലിയ ഒരു ദുരുദ്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നഗരസഭയിൽ നടന്ന മുഖാമുഖം സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നാരോപിച്ച് BJPയും രംഗത്തെത്തി. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഇന്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്റർവ്യൂ ബോർഡിലുള്ളത് നഗരസഭാ ചെയർമാനും CPM പോഷക സംഘടനാ ഭാരവാഹികളും മാത്രമാണ്. അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്ന് BJP കൗൺസിലർമാരായ EP നന്ദകുമാർ, K പ്രസാദ് എന്നിവർ പറഞ്ഞു. ഇന്റർവ്യൂ നടക്കുമ്പോൾ ഇന്റർവ്യൂ പാനലിൽ ഇന്റർവ്യൂ നടത്തേണ്ട സമിതി യാതൊരു തരത്തിലും സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ തികച്ചും രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന പാർട്ടിയുടെ അവരുടെ പോഷക സംഘടനകളുടെ ഭാരവാഹികളെയാണ് അവിടെ നിയമിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് നഗരസഭാ അടിസ്ഥാനത്തിൽ കൗൺസിലൊരു ആവശ്യം വരികയും ഇതിൻ്റെ ഭാഗമായി ഒരു കമ്മിറ്റിയെ കൗൺസിൽ തന്നെ തീരുമാനിച്ചു. ആ കമ്മിറ്റീനെ മാറ്റിയെന്നോ അല്ലെങ്കിൽ ആ കമ്മിറ്റീനെ റദ്ദാക്കിയെന്നോ യാതൊരു തരത്തിലുള്ള അറിവും ഈ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളെ ആരും അറിയിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കമ്മിറ്റി ഒരു തവണ കൂടിയതാണ്. പിന്നീടാണ് പുതിയ കമ്മിറ്റി ഇവിടെ സമിതി ഈ ഇൻ്റർവ്യൂ ബോർഡ് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത്. അവരാണ് ഇന്ന് ഇൻ്റർവ്യൂ നടത്തുന്നത്. ആ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്താതെ മറ്റ് സാമുദായിക അല്ലെങ്കിൽ സാമൂഹിക സംഘടനയിൽപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്താതെ തികച്ചും ഏകപക്ഷീയമായി CPMൻ്റെ പോഷക സംഘടനകളുടെ ഭാരവാഹികളെയാണ് ഇതിൽ വലിയ അപാകതയുണ്ട്. അതേസമയം സുതാര്യമായ രീതിയിലാണ് ഇന്റർവ്യൂ നടത്തിയതെന്ന് ചെയർമാൻ MK ജയപ്രകാശ് പ്രതികരിച്ചു. ഒരു രാഷ്ട്രീയ താൽപ്പര്യങ്ങളും ഇതിൽ കാണാൻ കഴിയില്ല. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നടക്കുന്ന പോലെയാണ് ഷൊർണൂരിലും ഇന്റർവ്യൂ നടത്തിയത്. ചില കൗൺസിലർമാർ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ തള്ളിക്കളയുകയാണെന്നും ചെയർമാൻ MK ജയപ്രകാശ് പ്രതികരിച്ചു. കൃത്യമായി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ബന്ധപ്പെട്ട ഔദ്യോഗിക തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും അതുപോലെ സാമൂഹ്യ നീതി വകുപ്പിൽ നിന്ന് നൽകിയിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവരുടെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ചേർന്നുകൊണ്ടുള്ളൊരു ഇൻ്റർവ്യൂ ബോർഡാണ്. അപ്പോൾ അതിനകത്ത് വേറൊരു രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളൊന്നും അതിനകത്ത് കാണാൻ സാധിക്കില്ല. വളരെ കാലം നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് അതിൽ പലരും.
പലരും അത് രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്ന പലരും അതിനകത്തുണ്ട്. അപ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ചില നഗരസഭാ കൗൺസിലർമാർ ഉന്നയിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സാമ്പത്തിക മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയും നവീകരണമില്ലായ്മയുമാണ് സേവന മേഖലകളെ തകർക്കുന്നതെന്ന് KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AP പ്രഭാകരൻ പാലക്കാട്ട് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. KSEBയിൽ പെൻഷൻ മുടങ്ങാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും DA കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാനം വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ കേന്ദ്ര വൈദ്യുതി നയം പൂർണ്ണമായും അംഗീകരിക്കേണ്ടി വരും. ഇത് വൈദ്യുതി വിതരണ സേവന മേഖല തന്നെ ഇല്ലാതാക്കും. കുറഞ്ഞ ചെലവിൽ വൈദ്യുതി വാങ്ങാമായിരുന്നിട്ടും എന്തുകൊണ്ട് നടക്കാതെ പോയെന്ന് ഗൗരവമായി ചർച്ച ചെയ്യണം. മുമ്പെങ്ങുമില്ലാത്ത വിധം വേതന ലഭ്യതയെക്കുറിച്ച് ആശങ്കയിലാണ് ജീവനക്കാർ. KSEBയെയും ജീവനക്കാരെയും സംരക്ഷിക്കാനുള്ള നടപടി വളരെ വേഗം നടപ്പാക്കണമെന്നും AP പ്രഭാകരൻ ആവശ്യപ്പെട്ടു. ചില നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കരാർ റദ്ദ് വന്നിരിക്കുന്നത്. ആ തകരാറുകൾ പരിഹാരം കണ്ടുകൊണ്ട് ഒരു പുതിയ എഗ്രിമെന്റ് വെക്കുന്നതിന് ഇലക്ട്രിസിറ്റി ബോർഡിന് നിയമതടസ്സമില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റും ബോർഡും സംഘടനകളുമെല്ലാം ഇടപെട്ട് റെഗുലേറ്ററി കമ്മീഷനെ വീഴ്ച സമീപിക്കുകയും പുതിയ ഒരു എഗ്രിമെന്റിലൂടെ ദീർഘകാല കരാർ പുനഃസ്ഥാപിച്ചെങ്കിൽ പോലും ആ കരാറനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി നൽകാൻ അതേ റേറ്റിൽ തരാൻ ആ കമ്പനികളൊന്നും തയ്യാറായില്ല. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രസാദ് മാത്യു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി T ബാലകൃഷ്ണൻ, ഷറീന ബാനു, മോഹൻദാസ്, PD ശശികുമാർ, G വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ജില്ലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് ജില്ലാ ഭരണകൂടം. വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 42 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകുന്നതിനനുസരിച്ച് പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നും കലക്ടർ വ്യക്തമാക്കി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തൃശൂർ ജില്ലയിലെ അപകട സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറെടുക്കുന്നത്. മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതകൾ നിലനിൽക്കുന്ന ചാലക്കുടി താലൂക്കിലെ ആതിരപ്പള്ളി, വീരാൻകുന്ന്, അരേക്കാപ്പ് മേഖലയിലെ 36 ആദിവാസി കുടുംബങ്ങളും തലപ്പള്ളി താലൂക്കിലെ അകമല, മരാത്തുകുന്നിലെ 2 കുടുംബങ്ങളെയുമാണ് പുനരധിവസിപ്പിക്കുക. അകമലയിൽ നമ്മളിപ്പം ആദ്യം മറ്റേ 29-30 ആകുമ്പോൾ തന്നെ കുറച്ച് പേരെ മാറ്റി പാർപ്പിച്ചായിരുന്നു. ഒരു ചെറിയൊരു വിള്ളലും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക്. അപ്പോൾ അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. അതിനുശേഷം നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ ടീം തന്നെ ഒരു 3 പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവൽ ടീം ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഫൈനലായിട്ട് നമ്മൾ തീരുമാനിച്ച് 2 വീടുകൾ അവിടെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്, അവിടെ എന്താണ് താമസിക്കാൻ പറ്റില്ല. ആ 2 വീടുകൾ മാറ്റിപ്പാർപ്പിക്കുന്നതാണ്. മറ്റുള്ള വീടുകൾ അവിടെ തന്നെ താമസിക്കാം. പക്ഷെ എന്നാലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസം മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ ഒരു പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരും. മഡ് ഫ്ലോ പ്രതിഭാസം കണ്ടെത്തിയ അകമലയിലെ 82 കുടുംബങ്ങളെ മഴക്കാലത്ത് മാറ്റി താമസിപ്പിച്ചിരുന്നു. ഇവരിൽ 2 കുടുംബങ്ങൾക്കാണ് ഭീഷണി നിലനിൽക്കുന്നത്. താൽക്കാലികമായി വടക്കാഞ്ചേരി നഗരസഭ ഇവർക്ക് പുനരധിവാസമൊരുക്കും. വീരാൻകുടിയിലെയും അരേക്കാപ്പിലെയും കുടുംബങ്ങളെ അവർ നിർദ്ദേശിക്കുന്ന സ്ഥലം കണ്ടെത്തിയാവും പുനരധിവസിപ്പിക്കുക. കലക്ടർ നിയോഗിക്കുന്ന വിദഗ്ധ സംഘം സ്ഥലത്ത് സന്ദർശനം നടത്തും. ഇവർ നൽകുന്ന റിപ്പോർട്ട് പരിഗണിച്ചാവും തുടർ നടപടികൾ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് തകർത്ത് മതിലിലേക്ക് ഇടിച്ചു കയറി. കോട്ടായി ശാസ്താപുരം മേജർ റോഡിൽ രാവിലെ 11:30യോടെയാണ് അപകടം. ആളപായമില്ല. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. വൈദ്യുതി പോസ്റ്റ് മുറിഞ്ഞ് പാതയിലേക്ക് വീണതിനെ തുടർന്ന് ഏറെ നേരം ഈ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ബംഗാളിലെ RG കാർ ആശുപത്രിയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിഷേധം. പ്രതിഷേധ യോഗം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PK ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർമാർക്കും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കും ഒരു ഭയം കൂടാതെ ജോലി ചെയ്യാവുന്ന ഒരു അന്തരീക്ഷമല്ല ഇന്ന് നിലനിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക്
നമുക്കറിയാം നമ്മുടെ ഫാമിലി അതുപോലെ തന്നെ ജീവനും എല്ലാം പണയം വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു അപകടകരമായ സ്ഥിതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ജോലി സമയം മറ്റെല്ലായിടത്തും 8 മണിക്കൂർ എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ നമ്മൾ 24-36 മണിക്കൂർ വരെ തുടർച്ചയായി ജോലി ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ്. പ്രതിഷേധ യോഗത്തിൽ KGMOA സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ C. അജിത് കുമാർ സ്വാഗതം പറഞ്ഞു. പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ B. ശ്രീരാം, KGNA സംസ്ഥാന കമ്മിറ്റി അംഗം R. സുരേഷ്, ഡോക്ടർ JS. സുജിത്ത്, റെസിഡൻസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ആൽബർട്ട് ജോസഫ്, ഹൗസ് സർജന്മാരായ ഡോക്ടർ മുഹമ്മദ് ഫിറോസ്, ഡോക്ടർ SK. കെവൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സർക്കാരിൻ്റെ കർഷക വഞ്ചനയ്ക്കെതിരെ കർഷക സംരക്ഷണ സമിതി ചിങ്ങം 1 പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ റിലേ നിരാഹാര സമരം ആരംഭിക്കും. കൊയ്ത്തിനു മുമ്പ് നെല്ല് സംഭരണ നടപടികൾ പൂർത്തിയാക്കണമെന്നും സംഭരണ വില കിലോയ്ക്ക് 45 രൂപയാക്കണമെന്നും സമിതി ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 5 ദിവസത്തെ റിലേ സമരം. കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിക്കുന്ന സമയങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇൻസെന്റീവ് കുറയ്ക്കുകയാണ്. ഒരു ചാക്ക് സിമന്റ്, വളം എന്നിവ കയറ്റിയാൽ 12 രൂപ വാങ്ങിക്കുമ്പോഴാണ് ഒരു ചാക്ക് നെല്ലിന് കയറ്റുകൂലിയായി 24 രൂപയും അതിൽ കൂടുതലും വാങ്ങുന്നത്. കയറ്റുകൂലി സപ്ലൈകോ നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് പാലിക്കപ്പെടുന്നില്ല. കൊയ്ത്ത് തുടങ്ങാറായിട്ടും മില്ലുകാരെയോ ഏജൻസികളെയോ നിയമിക്കാത്ത സർക്കാർ നെല്ല് സംഭരിച്ച വകയിലെ കുടിശ്ശികയും തീർത്തു നൽകുന്നില്ല. കർഷക സംരക്ഷണം പറയുന്ന സർക്കാർ പല വിധത്തിലാണ് കർഷകദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. നെല്ലളന്ന കർഷകനെ തന്നെ ബാങ്കിൽ പണയം വയ്ക്കുന്ന അധാർമികമായ നിലപാടാണ് ഭരണാധികാരികൾ സ്വീകരിക്കുന്നത്. വന്യമൃഗങ്ങളിൽ നിന്നും കർഷകർക്ക് രക്ഷയില്ലാത്ത സ്ഥിതിയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പോഷക സംഘടനകളായ കർഷക സംഘടനകൾ കർഷകരക്ഷാ നിലപാടല്ല സ്വീകരിക്കുന്നതെന്നും സമിതി നേതാക്കളായ സംസ്ഥാന പ്രസിഡന്റ് C. വിജയൻ, ജനറൽ സെക്രട്ടറി C. പ്രഭാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയ പത്മശ്രീ അവാർഡ് ജേതാവായിട്ടുള്ള ചെറുവയൽ രാമനാണ്. ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഏകദേശം 10 ദിവസം കഴിഞ്ഞാൽ കൊയ്യാറായി. കർഷകന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടില്ല. മില്ലുകാരെ സംബന്ധിച്ച് ഏതാണെന്ന് അറിയില്ല. മില്ലുകാർ ഏജന്റിനെ നിശ്ചയിക്കുന്നില്ല. കൃത്യമായ വിലയുടെ ഒരു മാനദണ്ഡവും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പറയുന്നില്ല. കൊയ്ത്ത് കഴിഞ്ഞ് അത് മുറ്റത്തോ അതല്ലെങ്കിൽ പാറയിലോ കിടക്കുമ്പോൾ അപ്പോഴാണ് മില്ലുകാരനെ അന്വേഷിക്കുന്നതോ അല്ലെങ്കിൽ രജിസ്ട്രേഷന്റെ കാര്യമോ നമ്മുടെ ഗവൺമെന്റ് ചിന്തിക്കുന്നത്. റിലേ സത്യാഗ്രഹ സമരം കർഷകനും നടനുമായ കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്യും. 5 ദിവസത്തെ സമരത്തിന്റെ സമാപന ചടങ്ങ് പത്മശ്രീ ചെറുവയൽ രാമൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ട്രഷറർ T. സഹദേവൻ, K. ശിവാനന്ദൻ, R. മനോഹരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വിതരണ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് ഉദ്ഘാടനം ചെയ്തു. 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4,57,410 രൂപ ചിലവഴിച്ചാണ് ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V. വിനീത, പഞ്ചായത്ത് അംഗം MR രജിത എന്നിവർ പ്രസംഗിച്ചു. ICDS സൂപ്പർവൈസർ പ്രമീള സ്വാഗതവും അംഗനവാടി വർക്കർ ബിന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വയനാട് ദുരിതബാധിതർക്ക് സഹായമെത്തിക്കുന്നതിനും വിദ്യാർത്ഥികളിൽ കാരുണ്യ മനോഭാവം വളർത്തുന്നതിനുമായി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വേറിട്ട പദ്ധതി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള പഠനവും 1 രൂപ ചലഞ്ചുമെന്ന ആശയമാണ് വിദ്യാലയം അവതരിപ്പിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നിർവഹിച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാലയത്തിൽ വേറിട്ട പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 1 രൂപ ചലഞ്ച് എന്ന ആശയവുമായാണ് വിദ്യാലയം മുന്നോട്ട് വന്നത്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനും മറ്റുമുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് അവബോധം നൽകുന്ന പഠന പ്രവർത്തനം നടക്കും. ക്ലാസ് തലത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനത്തിന് ശേഷം
₹1 ചലഞ്ചിന്റെ ഭാഗമായി ഓരോ ക്ലാസ്സിലും സ്വരൂപിച്ച തുക അതത് ക്ലാസ് അധ്യാപകരും കുട്ടികളും കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കും. ഇതിന്റെ ഭാഗമായി നടന്ന ജനറൽ അസംബ്ലിയിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒലിച്ചുപോകുന്ന സ്ഥിതിയുണ്ടായി. ആ നാടിനെ സഹായിക്കാൻ, വയനാടിനെ കൈത്താങ്ങാവാൻ ഈ നാടൊന്നാകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മറ്റു വിദ്യാലയങ്ങൾക്കെല്ലാം തന്നെ മാതൃകയാകുന്ന തരത്തിൽ ₹1 ചലഞ്ച് എന്ന രീതിയിൽ ഈ പ്രവർത്തനം ഇവിടുത്തെ PTA-യും അധ്യാപകരുമെല്ലാം സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറായത്. PTA പ്രസിഡന്റ് MM മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ M പ്രീതി, പ്രധാനാധ്യാപിക ആൻസിയമ്മ മാത്യു, സുബിൻ ചെറുതുരുത്തി, KK സജിത, C അനസ്, ജോസ് ജെയിംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൊഴിൽശാലയിലെ 3 ദിവസത്തെ വരുമാനം വയനാട്ടിലെ ദുരന്തബാധിതർക്ക് നൽകി മാത്തൂർ അഗ്രഹാരത്തിലെ തനിമ ഫുഡ് പ്രൊഡക്ട്സ്. തുക സ്ഥാപന ഉടമ ത്രിപുരാജ് PP സുമോദ് MLAക്ക് കൈമാറി. മാത്തൂർ അഗ്രഹാരത്തിൽ പ്രവർത്തിക്കുന്ന തനിമ ടേസ്റ്റി ഫുഡ്സ് ഉടമ ത്രിപുരാജ് തൻ്റെ സ്ഥാപനത്തിലെ 3 ദിവസത്തെ വരുമാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. PP സുമോദ് MLA തുക ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട്, കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ്, മാത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് G ശിവരാജ്, മാത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ്, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ സെക്രട്ടറി ചന്ദ്രൻ, കേരള യുക്തിവാദി സംഘം ജില്ലാ പ്രസിഡന്റ് രാമകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം ശബരിഗിരി, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ കമ്മിറ്റി അംഗം രാജൻ, കോട്ടായി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വിജയകുമാർ, കർഷക സംഘം കുഴൽമന്ദം ഏരിയ സെക്രട്ടറി V രാധാകൃഷ്ണൻ, മാത്തൂർ പഞ്ചായത്ത് അംഗങ്ങളായ രമേഷ് കുമാർ, ലതി കൃഷ്ണൻ, കോട്ടായി പഞ്ചായത്ത് അംഗം ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പത്തിരിപ്പാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. പത്തിരിപ്പാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSC വിഭാഗം NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. നിരവധി കണ്ണാശുപത്രികളും ഇതുപോലെ നമ്മളിപ്പോൾ NSSന്റേതാണെങ്കിലും പല സംഘടനകളുടെയും നേതൃത്വത്തിൽ കൂടുതൽ ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഇതുപോലെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പം അതിൽ തന്നെ നമ്മളിപ്പോൾ ജില്ലാശുപത്രിയിലാണെങ്കിലും മറ്റുള്ള ആശുപത്രികൾ മുഖാന്തരം നമ്മളിത് നടത്തുന്നുണ്ടെങ്കിലും ഇതിൽ APL-ഉം BPL-ഉം അതുപോലെ തന്നെ എല്ലാവർക്കും കുറഞ്ഞ നിരക്കിൽ ഇതിനെ ശസ്ത്രക്രിയ ചെയ്യുകയും മറ്റു ചികിത്സയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ. PTA പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം AA ഷിഹാബ്, O സുരേഷ്, സുബൈർ, MPTA പ്രസിഡന്റ് സീനത്ത്, പ്രിൻസിപ്പാൾ ഡോക്ടർ പ്രമോദ്, സ്റ്റാഫ് സെക്രട്ടറി പ്രസീത, VHSC പ്രിൻസിപ്പൽ MM രമ്യ, NSS പ്രോഗ്രാം ഓഫീസർ K സിന്ധു, വളണ്ടിയർ ലീഡർ വിഷ്ണു നാരായണൻ എന്നിവർ സംസാരിച്ചു. നേത്രരോഗ വിദഗ്ധ ഡോക്ടർ വിനി നേത്രപരിചരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസ് എടുത്തു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. വടകരയിൽ വിവാദമായ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഉന്നത CPM നേതാക്കളുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിട്ടും കേരള പോലീസ് എല്ലാം മറച്ചുപിടിക്കുകയാണെന്നും ആരോപണം. വടകരയിൽ നടന്നത് ഭീകരപ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനം. CPM പോലൊരു പാർട്ടി സംഘപരിവാറിന് സമാനമായി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത്യന്തം അപകടകരമെന്നും VD സതീശൻ. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ അംഗൻവാടികളിൽ ഒഴിവുള്ള ഹെൽപ്പർ തസ്തിക നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ നടത്തിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് ആക്ഷേപം. പ്രതിഷേധവുമായി കോൺഗ്രസ് BJP കൗൺസിലർമാർ. അഴിമതിയും സ്വജനപക്ഷപാതവും ലക്ഷ്യമിട്ട് നടത്തിയ മുഖാമുഖത്തിനെതിരെ കലക്ടർക്ക് പരാതി നൽകും. ആരോപണം അടിസ്ഥാനരഹിതമെന്നും ഇന്റർവ്യൂ നടത്തിയത് സുതാര്യമായ രീതിയിലെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്.
തൃശൂർ ജില്ലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ കുടുംബങ്ങളെ സ്ഥിരമായി മാറ്റിപ്പാർപ്പിക്കുമെന്ന് ജില്ലാ ഭരണകൂടം. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് 42 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ. അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകുന്നതിനനുസരിച്ച് പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും. KSEBയിൽ പെൻഷൻ മുടങ്ങാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും DA കുടിശ്ശിക അനുവദിക്കണമെന്നും KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ. പാലക്കാട്ട് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. സാമ്പത്തിക മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയും നവീകരണമില്ലായ്മയുമാണ് സേവന മേഖലകളെ തകർക്കുന്നതെന്ന് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AP പ്രഭാകരൻ. സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചനയാരോപിച്ച് ചിങ്ങപ്പുലരിയിൽ കർഷക സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിലേക്ക്. പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ റിലേ നിരാഹാരം ആരംഭിക്കുമെന്ന് സമിതി ഭാരവാഹികൾ. കൊയ്ത്തിനു മുമ്പ് തന്നെ നെല്ല് സംഭരണത്തിന്റെ പ്രാഥമിക നടപടികൾ ആരംഭിക്കണം. സംഭരണ വില കിലോയ്ക്ക് 45 രൂപയാക്കണമെന്നും ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.